കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ് എന്ന പുസ്തകം പരിശോധിച്ചാൽ അറിയാം, അഫ്ഗാനിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി 10,000-കണക്കിന് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. അതൊക്കെ പരമാർത്ഥമാണ്. ഈ രണ്ട് സംഭവം തകർന്നു പോയി ഇസ്ലാമികവൽക്കരിക്കാൻ. പിന്നെന്താ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത്തെ പരീക്ഷണമായി ഖിലാഫത്ത് മൂവ്മെന്റുമായി ഇവർ വരുന്നത്. അപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങാനുള്ള ആ മാനസികമായ അവസ്ഥയുള്ള ആലി സഹോദരന്മാരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വികാരമുണ്ട്. അത് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്നാണ്. അല്ലേ? നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള പറയാം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംഭവം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് നടപ്പിലായില്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഉള്ളിൽ നിന്നും അനുകൂലമായ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മളത് പുറത്തേക്ക് എടുക്കും. ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങാനുണ്ടായ കാരണവും അത് തന്നെയാണ്. ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിജി അന്വേഷിച്ചില്ലേ? നിങ്ങൾ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം, നിസ്സഹകരണ സമരത്തിലൂന്നിയ ഖിലാഫത്ത് മൂവ്മെന്റിനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അഫ്ഗാൻ പ്രേമമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ട് ഹലാഹാബാദിന്. ഇല്ല. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചിന്തിക്കാം. അതേസമയം ഞങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു വികാരം, ഒരു ശക്തി വരികയാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം സഹകരിക്കും എന്നും അവർ പറയുന്നുണ്ടായി. മനസ്സിലായോ? അപ്പോ അങ്ങനെ ആ സ്വപ്നത്തിൻ്റെ പരിണിത ഫലമാണ് 1921 ഏറനാട്, വള്ളവനാട് താലൂക്കുകളിലും കോഴിക്കോട്, പൊന്നാനി താലൂക്കുകളുടെ പാർശ്വഭാഗങ്ങളിലും നമ്മൾ കണ്ടത്. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചെന്നും ഖിലാഫത്ത് രാജ്യം സ്ഥാപിതമായെന്നും വിശ്വസിച്ചിരുന്നവർ ഒരു ഇസ്ലാമിക രാജ്യത്ത് എന്തെല്ലാമാണോ ഹറാമായത് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റി, മതം മാറാൻ വിസമ്മതിച്ചവരെ വിചാരണ ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി, എന്തിനേറെ പറയുന്നു, കുട്ടികളെ പോലും അവർ വെറുതെ വിട്ടില്ല. തുവൂരിൽ നടന്ന കൂട്ടക്കുരുതിയും അതിന്റെ ഭാഗമായി. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ തുവൂർ എന്ന ഗ്രാമം. നമ്മൾ പറയും സെപ്റ്റംബർ 25-നാണ് ഈ കലാപം ഈ അക്രമം നടന്നത്. പക്ഷെ അതിന്റെ ഒരു ടെസ്റ്റ് ഒരു മാസം മുമ്പ് നടന്നിരുന്നു. അതിന്റെ ഒരു ടെസ്റ്റ് 2021 ആഗസ്റ്റ് 22-ന് നടന്നിരുന്നു. പിന്നീട് ഈ കൂട്ടക്കുരുതി നടക്കുന്നത് സെപ്റ്റംബർ 25-നാണ്. 22-ന് നടന്ന സംഭവങ്ങൾ രാവിലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തുവൂരിലെ ഓരോ വീടുകളും അരിച്ചു പിറക്കി, ആ വീടുകൾ കൊള്ളയടിച്ചു, ആ വീടുകൾ അഗ്നിക്കിരയാക്കി, ക്ഷേത്രങ്ങൾ തകർത്തു. എല്ലാം കഴിഞ്ഞുപോയി. അന്ന് ആരും പിടിച്ചു കൊണ്ടുപോയിട്ടില്ല. 2021 ആഗസ്റ്റ് 22-ന് നടന്ന ആ കൂട്ടക്കൊള്ളയിൽ, ആ കൊള്ളിവെപ്പിൽ ഒരു ഹിന്ദുവിനെയും കൊണ്ടുപോയിട്ടില്ല. ഒരു മാസം കഴിഞ്ഞ് 1921 സെപ്റ്റംബർ 25-നാണ് 4000-ഓളം വരുന്ന മാപ്പിളമാർ വാളും വാരിക്കുന്തവുമേന്തി ഇങ്ങോട്ട് കടന്നു വന്നത്. അങ്ങനെയാണ് 40 ഹിന്ദുക്കളെ പിടിച്ചത്. സ്വാഭാവികമായും ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിചാരിക്കും ആ ഗ്രാമത്തിൽ 40 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, 22-ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഓരോ ഹിന്ദു വീടുകളും അതിക്രമിച്ചു പ്രവേശിച്ചു കടന്നു ചെന്നപ്പോ പിറ്റേന്ന് തന്നെ എല്ലാവരും പോയി. എല്ലാ വീടുകളിൽ നിന്നും പോയി, എല്ലാവരും പോയി. അവശേഷിച്ചത് അവിടെ നിന്നും ഓടിപ്പോകാൻ കഴിയാത്തവർ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കുറച്ച് ആളുകളെ കിട്ടിയത്. ബാക്കിയുള്ളവരെല്ലാം പോയിരുന്നു.
1921 ഡിസംബർ 2 പൂവഞ്ചേരി ശങ്കരൻ, ഇപ്പൊ സാമൂതിരിയുടെ രേഖകൾ പരിശോധിച്ചാൽ കാണാം, പൂവഞ്ചേരി വെളുത്തേടത്ത് ശങ്കരൻ എന്നൊരാളുടെ ഒരു വലിയ ഒരു വിവരണമുണ്ട്. അദ്ദേഹം തുവൂരിലെ അധികാരിയാണ്. ആ അധികാരിക്ക് പോലും തുവൂരിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. ആ അധികാരി 21 ദിവസമാണ് മൺകുഴിയിൽ കഴിഞ്ഞത്, കാട്ടിൽ കഴിഞ്ഞത്. കാട്ടിലും മൺകുഴികളിലുമായി തുവൂർ അംശം അധികാരി വെളുത്തേടത്ത് പൂവഞ്ചേരി വെളുത്തേടത്ത് ശങ്കരൻ കഴിഞ്ഞത് 21 ദിവസമാണ്. അവിടെ ഇരുന്ന അയാളെല്ലാം കാണുക, ഒന്നും ചെയ്യാൻ പറ്റും. അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 4000-ഓളം വരുന്ന മാപ്പിളമാരാണ് തുവൂരിലേക്ക് കടന്നു വന്നത്. ഈ എറനാടിന്റെ ആ ഭരണകേന്ദ്രം ആ കാലത്ത് പറയുന്നു, ശങ്കരൻ പറയാണ്, ആഗസ്റ്റ് 22 ഹിന്ദു ഭവനങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. സാമൂതിരിക്ക് എഴുതിയ കത്തിൽ പറയുന്ന പ്രസക്ത ഭാഗമാണിത്. ഈ സംഭവത്തിൽ മാപ്പിളമാർ പിന്നീട് വന്നത് 25-നാണ്, അതായത് ഇതേ ദിവസം. അവർ വീടുകൾ കൊള്ളയടിച്ച ശേഷം ആ വീടുകൾ കത്തിച്ചു കളഞ്ഞു. 4000-ഓളം മാപ്പിളമാരാണ് തുവൂരിൽ ഹിന്ദു വംശത്തിറങ്ങിയത്. അവർ കയ്യിൽ കിട്ടിയ പുരുഷന്മാരുടെ കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി പിടിച്ചുകെട്ടി വലിച്ചു പോകുന്നു. പിന്നെ ഒരു വളരെ ഹൃദയഭേദകമായ ഒരു കാര്യം ശങ്കരൻ പറയുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ 80 വയസ്സായ വൃദ്ധൻ എഴുന്നേൽക്കാൻ പോലും ആവാതെ കിടപ്പിലായിരുന്നു. ആ വീട്ടിലെ എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോ ഒരു വൃദ്ധൻ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ശയ്യാവലംബിയായി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആ കിടപ്പിൽ വെച്ച് വെട്ടിക്കുന്നു. ഇത് അധികാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ ഒട്ടുകാരായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെ തുവൂർ കിണറിലൊക്കെ ഇട്ട് കൊന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഇതിനെ സ്വാതന്ത്ര്യ സമരമാക്കി ചിത്രീകരിക്കുന്നവർ പറയുന്നുണ്ട്, ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്തവരാണ് ഞങ്ങൾ വെട്ടിയത്. ഒറ്റൊന്ന് ചോദിച്ചോട്ടെ, ഈ 80 വയസ്സായ ആ വൃദ്ധനെ, ആ എഴുന്നേൽക്കാൻ പോലും ആവാത്ത ആ വൃദ്ധനെ കിടന്ന കിടപ്പിൽ വെട്ടിക്കൊന്നത് ആ 80 വയസ്സുകാരൻ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരനായിട്ടാണ്. നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാതെ നമുക്ക് ആ ഒരു ദിവസത്തെ ആ കണ്ടു നനയുമ്പോൾ, കണ്ടുവിടറുമ്പോൾ നമ്മൾ അറിയാതെ വികാരഭരിതനായി പോവുകയാണ് ഈ കാര്യത്തിൽ. കാരണം ആ കിണർ ഞാൻ കണ്ടിട്ടുണ്ട്, ആ കിണർ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ആ കാലത്ത് ലഹളയിൽ പങ്കെടുത്ത മുസ്ലിങ്ങളിൽ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പരിക്ക് പറ്റിയ ആളുകളെ കണ്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട ഒരാളായതുകൊണ്ടാണ് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് അറിയാതെ വാക്കുകൾ നമ്മൾ കടന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. എങ്ങനെയാ പറഞ്ഞത്? അദ്ദേഹം പറയാം, ആ പറമ്പിന്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു കെട്ടിയവരെ തുവൂരിലുള്ള ഒരു പറമ്പിലേക്കാണ് കൊണ്ടുപോയത്. ആ പറമ്പിന്റെ വടക്കും പടിഞ്ഞാറേ ദിശയിൽ ഒരു കിണറും, വടക്ക് പടിഞ്ഞാറേ ദിശയിൽ ഒരു കിണറും കിഴക്ക് ഭാഗത്ത് ഒരു പാറയുമുണ്ട്. പാറയിൽ ആരായിരിക്കുന്നത്? ചെമ്പ്രശ്ശേരി തങ്ങളിരിക്കുന്നു. ആരാ ചെമ്പ്രശ്ശേരി തങ്ങള്? വാര്യംകുന്നൻ കുഞ്ഞഹമ്മദാജിയുടെ വലങ്കയ്യ്. ഏറനാട്ടിൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അത് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദാജി അറിയാതെ ചെയ്യില്ല. ഇവർ രണ്ടുപേരും കൂടി അക്രമത്തിന് വന്ന കാര്യം മോഴിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. വാര്യംകുന്നൻ കുഞ്ഞഹമ്മദാജി അറിയാതെ തുവൂരിലെ കൂട്ടക്കൊല നടക്കുകയില്ല. അപ്പൊ അവിടെ ഇരിക്കുന്നത് ഈ ചെമ്പ്രശ്ശേരി തങ്ങളാണ്. അയാളാണ് ന്യായാധിപൻ. അവർ ചോദിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ദീൻ വിശ്വസിക്കുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു. ഇത് ഇസ്ലാമിക രാജ്യമാണ്, ഇവിടെ ജീവിക്കണമെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുസ്ലിം ആവണം, ദീൻ വിശ്വസിക്കണം എന്ന് ചോദിക്കുക. എന്നാൽ മരണഭീതിയും ജീവനിൽ കൊതിയുള്ളവരുമായിട്ടുള്ള ആളുകൾ, ചില ആളുകൾ പറഞ്ഞു,
ഞങ്ങൾ ദീൻ വിശ്വസിച്ചോളാം. ദീൻ വിശ്വസിക്കാമെന്ന് പറയുന്നവരൊക്കെ വിട്ടിട്ടുണ്ട്. അല്ലാത്തവരെ മുഴുവൻ പിടിച്ചു കെട്ടി വലിച്ചഴിച്ചു കൊണ്ടുപോയി തലം വെട്ടി തൂർ കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കൂട്ടക്കൊലയിൽ രക്ഷപ്പെട്ട 2 പേരാണ്. അതാരൊക്കെയാണല്ലോ? കോഴിക്കോട്ടുകാരനായ ഒരു താമു, താമുവിന്റെ മകനാണ് എന്നോട് പറയുന്നത്, താമുവിന്റെ അനുഭവം. പിന്നെ ഒന്ന് തൂരിലെ കിളിക്കുന്നമ്മൽ ചാമി. ഈ ചാമിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തൂർ സംഭവം നടക്കുമ്പോൾ ചാമിക്ക് വയസ്സ് 16. അങ്ങനെ തല വെട്ടാൻ 16 വയസ്സുള്ള കുട്ടിയല്ലേ. ദീൻ വിശ്വസിക്കുന്ന ഇംഗ്ലണ്ടിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടോ ഇംഗ്ലണ്ടിൽ പോകാം, ഏതായാലും ഇംഗ്ലണ്ടിൽ എത്തുന്നല്ലേ. പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെട്ടാൻ പോകുമ്പോഴാണ് മുണ്ടനമാടി മൊയ്തു ഓടി വന്നിട്ട് പറഞ്ഞു അവനെ വെട്ടണ്ട. ആ കശാപ്പശാലയിൽ നിന്നും ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുക. പിന്നെ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ്. പിന്നെ താമ് കോഴിക്കോട്ടേക്ക് പോകുമായിരുന്നു. പാണ്ടിക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ചാണ് പിടിച്ചത്. താമുവിനെ പിടിച്ച് ദീൻ വിശ്വസിക്കണോ ഇംഗ്ലണ്ടിൽ പോകണമെന്ന് ചോദിച്ചു. ദീൻ വിശ്വസിക്കാൻ വയ്യാവും. കൊണ്ടുപോയി കിണറ്റിന്റെ വക്കിൽ തട്ടുമ്പോഴും ഈ മൊയ്തു തന്നെയാണ് ഓടി വരുന്നത്. മൊയ്തു അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരെ വെട്ടണ്ട ആരെ വെട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ്. ചില വെരിഫിക്കേഷൻ അതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇയാളാരാ? ബ്രിട്ടീഷ് പോലീസിൽ നിന്നും പെൻഷൻ പറ്റിയാണ്. താമുല്ല ഈ രക്ഷപ്പെടുത്താൻ ഓടി വന്നാൾ പറഞ്ഞു താമുവിന്റെ ഹേഡാണ്, അയാളെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ഹേഡിനെ മാറ്റി. അങ്ങനെയാണ് 2 പേര് രക്ഷപ്പെട്ടത്. ശങ്കരൻ പറയുകയാണ് ചിലരുടെ തോലുരിച്ചു. കേട്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടാവും തോന്നുന്നു. ജീവനോടെ തോലുരിച്ചു. ഇത് ഞാൻ പറയല്ല, പൂവഞ്ചേരി ശങ്കരൻ എന്ന അധികാരി നേരിട്ട് കണ്ട് കോഴിക്കോട് സാമൂതിരി രാജാവിന് എഴുതി കൊടുത്ത 1921 ഡിസംബർ 2 എഴുതി കൊടുത്ത വിവരണത്തിലാണ് ഈ കാര്യം പറയുന്നത്. ചിലരുടെ തോലുരിച്ചും മറ്റു ചിലരെ അടിയിൽ നിന്ന് മുടിയോളം വെട്ടിയും ചിലരെ വെട്ടി പകുതി ജീവനാക്കിയും ഒരു കിണറ്റിൽ തള്ളി. അതങ്ങനെ നീണ്ടുപോവാം. അങ്ങനെ രക്തം കലർന്ന ചുവന്ന കിണറ്റിലെ രക്തവെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചവരായിരുന്നു കൂട്ടക്കുരുതി ആദ്യം വെട്ടേറ്റവർ. കെ മാധവനാരൊക്കെ പോകുമ്പോൾ മുകളിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ കല്ലിട്ട് കഴിഞ്ഞാൽ മുകളിലത്തെ കല്ല് കാണും, അടിയിലത്തെ കല്ല് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നിറഞ്ഞ കിണറാണ്. ആ കിണറ്റിൽ ആദ്യം വെട്ടിയിട്ടവരൊക്കെ ആ രക്തത്തിൽ കിടന്നു. ആ രക്തം കുടിച്ച് ശ്വാസം മുട്ടി മരിച്ചവരുണ്ടായിരിക്കണം. സ്വാഭാവികമാണല്ലോ. അർദ്ധജീവനായിട്ട് മുകളിൽ നിന്ന് തന്നെ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ, കണ്ടു എന്ന് പറയുമ്പോൾ, എന്നാൽ ഈ കിണറേതാ? കിണറിപ്പി മാപ്പിളാരുടെ കിണറൊന്നായിരുന്നില്ല. ആ പറമ്പിന്റെ പേര് കൂളിക്കാവ് മലപ്പറമ്പ് എന്നാണ്. കൂളിക്കാവ് മലപ്പറമ്പ്. നമ്മുടെ ഹിന്ദു വംശഹത്യ നടന്ന 38 പേരുടെ തല വെട്ടിയിട്ട ആ പറമ്പിന്റെ പേര് കൂളിക്കാവ് മലപ്പറമ്പ്. ആ കിണറിന്റെ പേര് പൊട്ടേങ്ങാട്ട് കിണർ. അപ്പൊ തുവൂരിലെ പൊട്ടേങ്ങാട്ട് കിണറ്റിലാണ് ഈ ഈ ഹിന്ദു കൂട്ടക്കുരുതി നടന്നത്. അപ്പൊ ഈ ഭൂമി കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ കയ്യിലാണ്. ആടെ മനുഷ്യനൊന്നുമില്ല, ആരുമില്ലാത്ത സ്ഥലമല്ലേ, സാമൂതിരി ഒഴിവാക്കിയിട്ടാണ്. ആ സ്ഥലം കോഴിക്കോട് സാമൂതിരിയുടേതായിരുന്നു. പിന്നീടാണ് ഇത് മാപ്പിളമാർ കൈവശത്തിലാക്കുന്നത് 1927. അതുവരെ ആരും ഇല്ലാതെ കിടക്കുകയായിരുന്നു. 1927 മുതൽ ഈ തുവൂർ കിണറിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള അശ്രാന്ത പരിശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ തുവൂർ കിണറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇന്നു മുതലാണെന്ന് മാത്രം. അവിടെ 27 മുതൽ തുടങ്ങിയിരിക്കുന്നു. 27 പുന്നക്കുന്നത്ത് പൂങ്കുഴി അഹമ്മദ് എന്ന ആളാണ് വാങ്ങിയത്. ഇതിന് പട്ടയം ഒഴിച്ചു. ആരും തിരിഞ്ഞു നോക്കാൻ ഹിന്ദുവല്ലേ, അസംഘടിതരല്ലേ, മാപ്പിളലഹളക്കാലത്ത് ഓടിയവരല്ലേ, ഇവരെ ഈ കിണറൊക്കെ നോക്കി വരുമോ? അത് തന്നെ ആയിരുന്നു. അങ്ങനെ 38 പേരുടെ നിലവിളി ഉയർന്ന ആ കിണറിൽ അതിൽ കിടന്നു മരിച്ചവരുടെ ഒരു അനുസ്മരണമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കിണർ മാത്രമേ ഉള്ളൂ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കിണർ മാത്രമേ ഉള്ളൂ? അല്ല, കോഴിക്കോട് നാഗാളികാവ് കിണറ്റിൽ അനവധി ഇതിന്റെ 2 ആളുകളുടെ തലവെട്ടിയിട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ താമശ്ശേരി താലൂക്കിൽ ഓമശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്.
അവിടെയായി കിണർ. അവിടെ ഒരു പുറങ്കൽ പുതുമനയുണ്ട്. അവിടെ അബൂബക്കർ മുസ്ലിയാർ എന്നൊരു മുസ്ലിയാരുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മാപ്പിള ലഹളക്കാർ വന്നിട്ട് ഈ പുറങ്കൽ പുതുമന കയ്യേറി. അതിനു മുമ്പ് തന്നെ ലഹളക്കാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിമാര് ഓടി രക്ഷപ്പെട്ടു. അവിടെ അവരുടെ വേട്ടയ്ക്കൊരു മകൻ, അവരുടെ ഉപാസനാമൂർത്തിയെ പ്രതിഷ്ഠിച്ചൊരു സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് കോടതി തുടങ്ങി. ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ കൊണ്ടുവന്നു. ദൈവം വിശ്വസിക്കുന്നവർക്ക് പോകണം. അവിടെ ചോദ്യതാണ് മതം മാറാൻ. അവിടെയും ആളുകൾ വിസമ്മതിച്ചു. അങ്ങനെ വിസമ്മതിച്ചപ്പോൾ അവർ പുറങ്കൽ പുതുമനയുടെ വടക്ക് ഭാഗത്ത് 40 മീറ്റർ അകലെ വടക്ക് ഭാഗത്ത് ഒരു കാവുണ്ട്, നാഗാളികാവ് എന്നാ പറയാം. ആ കിണറ്റിലൊരു കിണറുണ്ട്. ആ കിണറ്റുവക്കത്ത് കൊണ്ടുപോയി തലവെട്ടിയിട്ടു. ഇവിടെ 38 പേരെയാണെങ്കിൽ നാഗാളികാവ് കിണറ്റിൽ വെട്ടിയിട്ടത് 96 ഹിന്ദുക്കളെയാണ്. അതിൽ രക്ഷപ്പെട്ടത് കേളപ്പൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം. ആ ഒരു കഥ ഒരു വലിയതാണ്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നാഗാളികാവ് കിണർ 90, ഇവിടെ 38. എൻ്റെ കണക്കിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ 150 പേരുടെ തലയാണ് വെട്ടിയിട്ടത്. നാഗാളികാവ് കിണറ്റിൽ മാത്രമല്ല, തുവൂർ കിണറ്റിൽ മാത്രമല്ല, ഈ രണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കിണറുകളിൽ ഹിന്ദുവിന്റെ തല വെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ ഈ 2 കിണറുകളിൽ ഒഴികെയുള്ള ആളുകളുടെ പേര് ഞാൻ വായിക്കാം. 21 പേരുടെ പേര് ഞാൻ വായിക്കാം. നാഗാളികാവ് കിണറ്റിലേതല്ല,